നമ്മുടെ സ്വതന്ത്ര ഇന്ത്യ കണ്ടതിൽ ഏറ്റവും ഭയങ്കര പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഞാൻ ഭയങ്കരം എന്ന് പറയുമ്പം ഓർക്കുക, ഒരു പ്രധാനമന്ത്രിയും പറയാൻ പാടില്ലാത്ത വാചകങ്ങളും പൊങ്ങച്ചങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ 400 സീറ്റ് കടക്കുമെന്നും അതുപോലെ അതിന് തൊട്ടുമുമ്പുള്ള ബജറ്റിൽ തൊട്ടടുത്ത ബജറ്റിൽ എത്ര ആത്മവിശ്വാസമാണ്. തൊട്ടടുത്ത ബജറ്റിൽ നമുക്ക് വീണ്ടും വികസനങ്ങൾ കൊണ്ടുവരാം. ഇലക്ഷന് തൊട്ടുമുമ്പുള്ളതാണ്. അതുപോലെ 400 സീറ്റ് കടക്കുന്നു. അതുപോലെ കോൺഗ്രസ് മുസ്ലിങ്ങളെ കെട്ടുതാരി ഇങ്ങനെ ഒരു തരത്തിലും ഒരു പ്രധാനമന്ത്രിക്ക് യോജിക്കാൻ പാടില്ലാത്ത ലെവലിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം ഒരു സൈഡ് ജനതയെ മുഴുക്കെ ഇല്ലാതാക്കുന്ന അവസ്ഥ. അങ്ങനെ ഒരു തരത്തിലും തോരാതെ ഒരു പ്രധാനമന്ത്രിക്ക് ചേരാത്ത ലെവലിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിലല്ല, പ്രസംഗിച്ച് പൊങ്ങച്ചമടിച്ച് ഈസിയായിട്ട് 400 സീറ്റ് കടക്കും എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് നമ്മുടെ എക്സിറ്റ് പോളുകളെ കൊണ്ട് കുറേ അധികം ചാനലിനെ കൊണ്ട് എക്സിറ്റ് പോളുകൾ നടത്തി വെറുതെ എളിഭ്യരാകുന്ന ഒരവസ്ഥയാണ് ഇന്നലെ കണ്ടത്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കണ്ടത്. BJPക്കാർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല. ഇനി കൂടെ നിർത്തുന്നതാ നമ്മുടെ ആന്ധ്രയിലൊരു പഴയ ഒരു മുഖ്യമന്ത്രിയും നമ്മുടെ നിതീഷ് കുമാറിനെയാണ്. അപ്പോൾ ഈ രണ്ടുപേരും വിശ്വസ്തരല്ല. കാരണം ഇത് രണ്ടുപേരും BJPയെ പണ്ടേ എതിർത്തവരാണ്. ഇപ്പുറം ചാടിയിട്ട് വീണ്ടും മറുകണ്ഠം ചാടി ഇപ്പോൾ നിൽക്കുകയാണ്. ഏത് നിമിഷം ഇപ്പുറവും ചാടാം. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിൽ അവരെ കൂട്ടുപിടിക്കാം, ഇന്ത്യ മുന്നണിക്ക് വേണമെങ്കിലും ഭരിക്കാം, BJPക്കും വേണമെങ്കിൽ ഭരിക്കാം. BJP അവരെ കൂട്ടുപിടിച്ചാലേ ഭരിക്കാൻ പറ്റൂ, അതല്ലേ വേറെ അടർത്തിയെടുക്കണം. അപ്പോൾ BJP അധികാരത്തിൽ കയറി ചിലപ്പോൾ ഇവർ പോകുമ്പം വേറെ ആരെങ്കിലും അടർത്തി കൈ വെച്ചിട്ടായിരിക്കും നിൽക്കുന്ന പല കളികളുണ്ട്. അപ്പോൾ എന്തായാലും 400 സീറ്റ് മോഹിച്ച നരേന്ദ്രമോദി സ്വന്തം മണ്ഡലത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഞെട്ടിപ്പോകുന്നൊരവസ്ഥ വന്നു. കാരണം 6000 വോട്ടിൻ്റെയൊക്കെ പിന്നിലേക്ക് നരേന്ദ്രമോദി പോയ ഒരു ദാരുണമായ കാഴ്ച അദ്ദേഹം കണ്ടു കാണും. പിന്നെ അവർക്ക് ഏറ്റവും ഹൈപ്പായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് രാമക്ഷേത്രമാണ്. UPയിലുടനീളം UP ആണ് ആദ്യം പണി കൊടുത്തത്. നരേന്ദ്രമോദിയുടെ ടീമിന് നല്ല അത്യുഗ്രൻ UPയിലെ ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ യോഗി ആദിത്യനാഥും അതുപോലെ നരേന്ദ്രമോദി കൂടെ ആഞ്ഞു പിടിച്ചാണ് UP എന്ന് പറയുന്നത്. അവരെ ഹൃദയം തന്നെ കവർന്നെടുത്തു കോൺഗ്രസ്. UP നല്ല പണി കൊടുത്തു, പശ്ചിമ ബംഗാൾ പണി കൊടുത്തു, ഇങ്ങനെ പലയിടത്തും പണി കിട്ടി. അതവിടെ നിൽക്കട്ടെ. അപ്പം രാമക്ഷേത്രത്തിൻ്റെ പേരും പറ്റുമൊക്കെ പറഞ്ഞ് വോട്ട് പിടിക്കാമെന്ന് കണക്കൂട്ടിയ നരേന്ദ്രമോദിക്ക് ഫൈസലാബാദ്, അവിടെ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ BJP തോറ്റുപോയി. പിന്നെ നമ്മുടെ അമേഠിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധി പേടിച്ചോടുകയാണെന്നും തൻ്റെ ഇടമുണ്ടെങ്കിൽ വന്ന് മത്സരിക്കണമെന്നൊക്കെ പറഞ്ഞ് ആഞ്ഞ് വെല്ലുവിളിച്ചതാണ്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എല്ലാവരും പേടിച്ചോടുകയാണ്. ഇപ്പോൾ സ്മൃതി ഇറാനിയെ കണ്ടുകൊണ്ട് എല്ലാവരും പേടിച്ചോടുകയാണ്. അവർ സൗന്ദര്യം കണ്ടിട്ട് പേടിച്ചോടിയായിരിക്കും. അവസാനം സ്മൃതി ഇറാനി തോറ്റ് തുന്നം പാടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു രസകരമായ ഒരു കാഴ്ചയെന്ന് പറയുന്നത്, നരേന്ദ്രമോദിക്ക് 6 ലക്ഷത്തിൻ്റെയൊക്കെ ഭൂരിപക്ഷം കിട്ടുന്ന നരേന്ദ്രമോദി 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിലായി. ഇനി കേരളത്തിലെ ഹൈബീഡനും പല കോൺഗ്രസ്സുകാരും അതുക്ക് മേലെ ഭൂരിപക്ഷമുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ എതിരാളിയായ രാഹുൽ ഗാന്ധിക്ക് 2 ലക്ഷത്തിന് പുറത്ത് ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഇത് ആക്ഷേപിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും ഒന്ന് ആലോചിക്കുക, ജനം ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങൾ ഏകാധിപതി ഭരണം ഉണ്ടാക്കാനും ഇവിടെ ഏകാധിപതിയായിട്ട് കയറിയിട്ട് പല നിയമങ്ങളും തച്ചുടയ്ക്കാനും ഇവിടുത്തെ പാർട്ടിക്കാരെ, നിങ്ങൾക്കെതിരുള്ള പാർട്ടിക്കാരെ മൊത്തം ജയിലിൽ അടയ്ക്കാനും ഒക്കെ പ്ലാനിട്ടാണ് പല പദ്ധതിയും തള്ളിക്കൊണ്ടിരുന്നത്. നിങ്ങളതിനു മുമ്പ് അതൊക്കെ ചെയ്തു നോക്കി. കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിച്ചു, അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടു. ഇതിനേക്കാളും കുറ്റം ചെയ്തവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട്. നിങ്ങൾ വിളിച്ചു വരുത്തിയ ആൾക്കാരുണ്ട്. അവരാരും നിങ്ങൾ അകത്തിട്ടില്ല, പുറത്ത് നടത്തി കേസും ഇല്ലാതാക്കി. അപ്പം നിങ്ങൾ എല്ലാം ചെയ്ത് മാക്സിമം ഒരു ജനാധിപത്യത്തിൻ്റെ അതല്ലാത്ത എല്ലാ അവസ്ഥകളും കൊണ്ടുവരാൻ നോക്കി. അതിനു മുമ്പ് നിങ്ങളെല്ലാം ചെയ്തു. ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ എന്ത് താക്കെടുത്ത് പറഞ്ഞാലും, നരേന്ദ്രമോദി എന്ത് വിളിച്ചു പറഞ്ഞാലും ഇലക്ഷൻ കമ്മീഷന് യാതൊരു കേസുമില്ല. സുപ്രീം കോടതി പോലും നിങ്ങൾ ജയിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി
അങ്ങനെ തന്നെ പറയേണ്ടി വരും. സുപ്രീം കോടതി നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ. കാരണം ഇവിടെ രാഹുൽ ഗാന്ധിയോ മറ്റേതൊരു പാർട്ടിക്കാരൻ എന്ത് പറഞ്ഞാലും അപ്പം അത് ഉടനെ വിരുദ്ധമായി, ഉടനെ കേസായി. നേരെ മറിച്ച് നരേന്ദ്രമോദി ഈ നാടായ നാട് മുഴുക്കയും കടന്ന് പാടി പുകഴ്ത്തി പാടി നടന്ന് വർഗീയ വിഷവും വിദ്വേഷവും ഒക്കെ ചീറ്റിയിട്ടും ഇലക്ഷൻ കമ്മീഷൻ യാതൊരു കേസുമില്ല. അപ്പോൾ ഇതെല്ലാം ജനം അറിയും, ജനം അറിയുന്നുണ്ട്. ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് BJPക്ക് തന്നത്. ഇനി താങ്കൾക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള സൗകര്യമില്ല. കാരണം നിങ്ങൾ രണ്ടുപേരെ വിളിച്ചു വരുത്തി അവരെ ചേർത്താൽ നിങ്ങൾക്ക് മുന്നണി ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഭരിക്കാം. നിങ്ങൾ ഭരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്ന കണക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും. അവരോട് ആലോചിച്ച് മാത്രമേ നിങ്ങൾക്ക് അജണ്ടകൾ നടക്കൂ. നിങ്ങൾ പല അജണ്ടകളും ഇഷ്ടപ്പെടാത്ത രണ്ട് പാർട്ടിക്കാരാണ് അവർ. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഒരു മര്യാദയ്ക്കൊക്കെ കാണിക്കാവൂ. അല്ലാതെ എന്തും കാണിക്കാമെന്നുള്ള ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ ഉണ്ടല്ലേ, അതിന് കിട്ടിയ പണിയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രിയപ്പെട്ട പല സീറ്റുകളും പോയതും പ്രിയപ്പെട്ടവർ തോറ്റതും ഒക്കെ. നരേന്ദ്രമോദിക്ക് മാത്രമുള്ള അനുഭവമാണ് കിട്ടിയ പണി, 1.5 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷം. ഇനിയെങ്കിലും നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് മര്യാദയ്ക്ക് ഭരിക്കാമെങ്കിൽ ഭരിക്കുക, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം പണി തരും. അത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണോ ഇല്ലയെന്നൊന്നുമല്ല, ജനങ്ങൾ നിങ്ങളെ വെറുത്തു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഇലക്ഷനെ പറയാൻ പറ്റും.